അലാർമീസ് ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ മെയിൽ സ്റ്റോറി ചെയ്യുന്നത്. ഞാൻ ഇതുവരെയായിട്ടും മെയിൽ സ്റ്റോറി കാണാറില്ല. അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലുമായി അറിയിക്കേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് റയാൻ്റെ സ്റ്റോറിയാണ്. റയാൻ എന്ന് വെച്ചാൽ നമ്മളെ കഥാനായകൻ. അപ്പോൾ അവൻ്റെ പാരൻസ് ചെറുപ്പത്തിലെ ഡിവോഴ്സ്ഡാണ്. ഇത്ര കാലം അവൻ്റെ ഡാഡിൻ്റെ കൂടെ കാനഡയിലായിരുന്നു ജീവിച്ചത്. ഇനി മുതൽ നമ്മളെ റയാൻ നാട്ടിൽ മമ്മിൻ്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ കഥ ബാക്കിയൊക്കെ നിങ്ങൾ കഥയിലൂടെ കാണാം. അല്ല മോനെ, എത്രയായി കണ്ടിട്ട്? ഷട്ട് അപ്പ്, ലീവ് മീ. എന്റെ ഡാഡി പറഞ്ഞുകൊണ്ട് മാത്രം ഞാനില്ലേ നാട്ടിലേക്ക് വന്നതാണ്, അല്ലാതെ ഞാൻ നിങ്ങളെ കാണാൻ വന്നതൊന്നല്ല. പിന്നെ ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പിന്നെ എന്റെ കാര്യത്തിന് എന്റെ മമ്മിയെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വരരുത്, ഓക്കെ? പിന്നെ ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ്. പിന്നെ എന്റെ കണ്ണിൽ വരരുത്, പ്ലീസ് ലീവ് മീ. ഹലോ ഡാഡ്, ടെൽ മീ. ഹലോ, നീ എന്താ എന്റെ മമ്മിന്റെ കൂടെ പോവാഞ്ഞത്? ഡാഡിനെ എങ്ങനെ തോന്നുന്നു ആ സ്ത്രീനെ എന്റെ മമ്മിയാക്കാൻ? മമ്മി എന്ന് പറയാന്, ആ മമ്മി എന്നുള്ള പേരിന് ആ സ്ത്രീക്ക് ഒരു അർത്ഥമില്ല. പപ്പൊക്കെ മറക്കും, ബട്ട് ഞാൻ എന്നോട് ചെയ്തതും പപ്പനോട് ചെയ്തതും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. പിന്നെ ഡാഡ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ നാട്ടിലേക്ക് വന്ന് പഠിക്കാൻ വന്നതാ, ഓക്കെ? നീ ഒന്ന് ഓർത്താ മതി, എത്രത്തോളം നിനക്ക് ആ സ്ത്രീനെ വെറുക്കുന്നുണ്ടെങ്കിലും നിന്നെ പ്രസവിച്ച നിന്റെ മമ്മിയാണ്, ഓക്കെ? പിന്നെ നീ അവളുടെ അടുത്ത് പോണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് നീ ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ നിൽക്കരുത്. പിന്നെ നമ്മള് നാട്ടിൽ തന്നെ എന്റെ വീടുണ്ടല്ലോ, നമ്മളെ വീടുണ്ടല്ലോ, അവിടെ പോയി നീ നിന്നാ മതി, ഓക്കെ? ഓക്കെ, ശരി ഡാഡ്, ബൈ. ചെറുക്ക, ഒന്ന് നീ ഇങ്ങോട്ടൊന്ന് വായോ. എന്തേട്ടാ വിളിച്ച്? അതെന്താടോ നിനക്ക്? ഞാൻ വിളിച്ചപ്പോ ഒരു ആലോചിച്ചിട്ട് നീ വരികയുള്ളൂ. എന്താലോചന ചേട്ടാ? ചേട്ടൻ വിളിച്ച പാടിന് ഞാൻ വന്നല്ലോ. ഓ അങ്ങനെ, ഞാൻ നിന്റെ സീനിയറാണ്. ഞാൻ എപ്പോ നിന്നെ വിളിക്കുന്നോ ആ ടൈമിന് നീ എന്റെ അടുത്ത് വരണം, ഓക്കെ? എന്ത് പണി പറഞ്ഞാലും ഏൽക്കണം. നീ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാന്ന് നീ കാണും, ഓക്കെ? റയാൻ, ഇത് ഫൈനൽ ഇയറായി
ഐ സ്റ്റിൽ ലവ് യു. ഞാൻ എത്ര 4 ഇയറായി നിന്റെ പുറകെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്കെന്താ കുഴപ്പം? അത് നീ എന്ന് പറഞ്ഞ ലുക്ക് ഹോട്ടിന് ഹോട്ട്. അത്രയ്ക്ക് ഞാൻ സിൻസിയർ ആയിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്. പിന്നെന്താ നിന്റെ പ്രശ്നം? ഷട്ടപ്പ്. നീ എന്റെ പുറകെ നീ നടക്കാൻ നിൽക്കണ്ട. തന്നോട് ഞാൻ പറഞ്ഞത് നടക്കാൻ നീ. എനിക്ക് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഗേൾസിനെ. നീ ഇനി വന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ആദി, ഇങ്ങോട്ട് വാടാ. എത്ര തവണ ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ച് ഞാൻ നിന്നോട് പറഞ്ഞുകൾ, ഞാൻ വിളിക്കണ ടൈമുകൾ ഞാൻ എവിടേക്കാണ് വരാൻ പറഞ്ഞത് അവിടേക്ക് വരുന്നത്. എന്നിട്ട് നീ ആ പെണ്ണിനോട് കൊഞ്ചിക്കൊല്ലില്ലേ? വെയിറ്റ്, താൻ എൻ്റെ സീനിയറാണ്, ഓക്കെ. ബട്ട് ഇത്രയും കാലം ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പെക്റ്റ് കൊണ്ട് മാത്രം, സീനിയർ എന്നുള്ളൊരു ബഹുമാനം കൊണ്ട് മാത്രം, അല്ലാതെ ഞാൻ നിങ്ങളെ അടിക്കുകയല്ല. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് വരാൻ ഞാൻ ആദ്യം സംസാരിക്കുന്നത് തനിക്കെന്ന പ്രശ്നമാണ്. ഞാൻ ആരാണെന്ന് നിനക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? പിന്നെ നീ ഒരു ഗേൾസിനോടോ ഒരു ബോയ്സിനോടോ സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇനി മേലാൽ ഇത് കണ്ടാൽ ഇതിന് അപ്പുറം ഞാൻ കാണിച്ചു തരും. ഹലോ, നീ എവിടെ? ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ ഇപ്പൊ തന്നെ വരണം. എന്തിനു ഞാൻ വരണം? ഞാനൊന്നും വരില്ല. നിങ്ങൾ വേറെ ഒരാൾ വിളിച്ചോളൂ. നീ ഇന്നലത്തെ സീന മോൻ മറന്നിട്ടില്ലല്ലോ. നീ ഞാൻ വിളിച്ച സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ കോളേജിന് മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇന്നലെ ചെയ്തതിൻ്റെ ഡബിൾക്ക് ഞാൻ ചെയ്യും, ഓക്കെ? നിന്നെ എടുത്തു കൊണ്ടുവരാൻ എനിക്കറിയാം. മര്യാദക്ക് ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ നിന്നിട്ട് വരണം. താൻ എന്തിനാ വിളിച്ചത്? സോറി ബ്രദർ, താൻ വിചാരിച്ച ആ ടൈപ്പ് ബോയല്ലേ ഞാൻ. തനിക്കില്ലേ തൻ്റെ കളിക്ക് പറ്റിയ കുറെ ആൾക്കാരുണ്ടാവും, എന്നെ വെറുതെ വിട്ടേക്ക്. അത് എന്ത് വർത്താനടോ? എനിക്ക് തന്നെയല്ലേ ഇഷ്ടമായത്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ ടൈപ്പ് ബോയല്ലേ ഞാൻ. എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട്, അതും ഞാൻ ഗേൾസിനെ വെറുക്കുന്ന ടൈപ്പാണ് ഞാൻ. ബട്ട് ആദ്യമായിട്ട് ഞാൻ നീ ഒരു ബോയിലായി. കാരണം നിന്നോട് എനിക്ക് ആ ഫീലിങ്സ് തോന്നി. ബാക്കി ഒരു ബോയ്സിനോട് ആ ഫീലിങ്സ് തോന്നിയിട്ടില്ല.